നമസ്കാരം. കലാലയങ്ങളിൽ കൊലപാതക രാഷ്ട്രീയം നടക്കുന്ന സാഹചര്യത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം ആവശ്യമാണോ എന്ന് ഭരണകർത്താക്കളും അക്കാദമിക സമൂഹവും ആലോചിക്കണമെന്ന് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. മർദ്ദനവും കഠാര പ്രയോഗവും പോലും കലാലയങ്ങളിൽ സാധാരണമായി. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളിൽ അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നു. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ 3 ദിവസം തുടർച്ചയായി മർദ്ദിച്ചിട്ടും എതിർക്കാനോ ബന്ധപ്പെട്ടവരെ അറിയിക്കാനോ ഒരു സംഘടനയും മുന്നോട്ട് വന്നില്ല എന്നത് രാഷ്ട്രീയ ഭീകരത ബോധ്യപ്പെടുത്തുന്നതാണ്. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാരും വായടച്ചു. കാര്യത്തോടടുക്കുമ്പോൾ മുഖം പൂഴ്ത്തുന്ന ഇവരൊക്കെ കേരളത്തിന് അപമാനമാണ്. കോടതിയും സർക്കാരും ഇത്തരം ക്രൂരതകൾക്കെതിരെ മുന്നോട്ട് വരണം. പൂക്കോട് കോളേജിലെ ക്രൂരതയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ താമസം വരുത്തിയവർക്കും സാക്ഷ്യം വഹിച്ച വിദ്യാർത്ഥികൾക്കും അവിടെ തുടരാൻ ധാർമ്മികത നഷ്ടമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശിവഗിരി മഠം അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ T ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലതു തന്നെ. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്നും ഇയാളെയും കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായ 3 ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാത്തപ്പോഴൊക്കെ ഇയാളെയാണ് വിളിക്കുക. പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം. കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചില്ല എന്നതിൽ ദുരൂഹതയുണ്ട്. ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത്. ഇതുവരെ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുണ്ടെന്നും ജയപ്രകാശ് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നും ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവർ നയിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും കയറിയ മരപ്പട്ടിയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി പിണറായി വിജയനേക്കാൾ അന്തസ്സോടെ കൈകാര്യം ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായിട്ടും തടയാൻ ശ്രമിച്ചില്ലെന്നും സംഭവം മൂടിവെച്ചുവെന്നും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ വെറ്ററിനറി കോളേജ് ഡീൻ ഡോക്ടർ MK നാരായണൻ, ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള കായികാധ്യാപകൻ ഡോക്ടർ R കാന്തനാഥൻ എന്നിവർക്ക് സസ്പെൻഷൻ. നടപടിക്ക് മുൻപായി വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ ഇരുവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് ഇന്നലെ വൈകിട്ടോടെ സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത്. കൃത്യവിലോപത്തിന് സർവകലാശാല നടപടിയെടുക്കുകയും അനുശോചന യോഗത്തിലെ വിവാദ പ്രസംഗം പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ ഡീനിനെതിരെ പോലീസ് നടപടിയും വേണമെന്ന ആവശ്യം ശക്തമാണ്. നേരത്തെ അറസ്റ്റിലായ പ്രതികളെ തെളിവെടുപ്പിനായി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും.